ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. മനുഷ്യൻ്റെ ഹൃദയം ദേ ഇത്രയേ ഉള്ളൂ എന്നാ സയൻസ് പറയണേ. എന്നാൽ ഈശോയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈശോ തന്നെ ഒരു ഹൃദയമാണെന്ന് തോന്നിപ്പോകുന്നു. കാരണം അത്രയ്ക്ക് കുഞ്ഞൊരു ഹൃദയം കൊണ്ട് ഈ ലോകം മുഴുവനെയും ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രമേൽ സ്നേഹം തന്നെയായിരുന്നു ഈശോയുടെ തിരുഹൃദയം. ഈശോയുടെ ഹൃദയത്തിൽ ഇടമില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും അതിൻ്റെ ഉത്തരം. വലിയവനും ചെറിയവനും, പാപിയും ധനികനും, രോഗിയും ദരിദ്രനും ഒക്കെ അവന് പ്രിയപ്പെട്ടവരായിരുന്നു. എല്ലാവരെയും അവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈശോയുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. നാം അവഗണിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും, നമ്മൾ തിന്മയിൽ വീണു പോകുമ്പോഴും നന്മ ചെയ്യുമ്പോഴും ഈശോ നമ്മെ ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. കാരണം അവന് നമ്മെ ആവശ്യമുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ സ്നേഹം അങ്ങനെയല്ല. അവൻ്റെ സ്നേഹത്തിന് പരിമിതികളും മാനദണ്ഡങ്ങളുമുണ്ട്. ഒരു പ്രാർത്ഥനയിലെ വരികൾ ഇപ്രകാരമാണ്: ആരാധ്യനായ എൻ്റെ ഈശോയെ, നമ്മുടെ ഹൃദയങ്ങൾ ഒരുമിച്ച് സ്പന്ദിക്കട്ടെ. എത്ര സുന്ദരമാണല്ലേ ഈ പ്രാർത്ഥന! ഈശോയുടെ ഹൃദയവും നമ്മുടെ ഹൃദയവും ഒരുപോലെയായി തീരുന്ന നിമിഷങ്ങൾ. അങ്ങനെയാവണമെങ്കിൽ നമ്മുടെ ഹൃദയവും ഈശോയുടെ ഹൃദയം പോലെ തന്നെയാവണം. ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകമാംവിധം വണങ്ങുന്ന ഈ മാസത്തിൽ ഈശോയുടേതുപോലെയുള്ള ഒരു ഹൃദയത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ സ്നേഹിച്ചതുപോലെ പരിമിതികളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. ആമേൻ.